നമസ്കാരം, പെല്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ നല്ല അടിപൊളി കളക്ഷനുള്ള ഹാപ്പി പോട്ട്സ് എന്ന ഷോപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ചാലക്കുടിയിൽ ഡി സിനിമാസിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഹാപ്പി പോട്ട്സ് എന്ന ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇൻഡോർ പ്ലാന്റ്സും പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം, എൻ്റെ പേര് ജോൺ. ഞാനൊരു പുതിയ ഷോപ്പ് പണിയേക്കാണ് ചാലക്കുടിയിൽ. ഷോപ്പിൻ്റെ പേര് ഹാപ്പി പോട്ട്സ് എന്നാണ്. ഇത് വരുന്നത് ഡി സിനിമാസിൻ്റെ അടുത്താണ്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർ ചാലക്കുടി ടൗണിലേക്ക് പോകാൻ സർവീസ് റോഡ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഷോപ്പ് കാണാം. ഇവിടെ മെയിനായിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സും പിന്നെ പോട്ട്സുകളാണ്. ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്. പോട്ട്സും കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. സെറാമിക് വരുന്നുണ്ട്, കളിമണ്ണ് വരുന്നുണ്ട്, മെലാമിൻ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് വരുന്നുണ്ട്, ഗ്ലാസ് വരുന്നുണ്ട്, വുഡ്, അങ്ങനെ ഒരുവിധം കളക്ഷൻസ്, പോട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെയും ഒരുവിധം കളക്ഷൻസ് ഉണ്ട്. ഇവിടെ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് സ്റ്റാർട്ടിങ് 20 രൂപ തൊട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ കാക്ടസുകളുണ്ട്, സക്കുലൻസ് ഉണ്ട്, സ്നേക്ക് പ്ലാന്റ്സ്, പീസ് ലില്ലി, എഗ്ലോണിമയുടെ വെറൈറ്റീസ്, CC പ്ലാന്റിൻ്റെ വെറൈറ്റീസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികളൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ ഗ്രാഫ്റ്റഡ് കാക്ടസിൻ്റെ രൂപങ്ങൾ, ചെടികളാണ്. ഗ്രാഫ്റ്റഡ് കാക്ടസ് എന്നാണ് ഇതിന് പറയുക. ഇത് രണ്ടും 2 കാക്ടസാണ്, അല്ലാണ്ട് ഇതിൻ്റെ ഫ്ലവർ അങ്ങനത്തെ ഇതല്ല. രണ്ട് കാക്ടസാണ്. ഇതിൻ്റെ വലിയ ടൈപ്പാണ്. ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ്, വലുതും അവൈലബിൾ ആണ്. ഇതെല്ലാം അങ്ങനത്തെയാണ്. പിന്നെ ഇതൊക്കെ വരുന്നത് സക്കുലൻസിൻ്റെ വെറൈറ്റീസാണ്. പല പല സക്കുലൻസ് വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു 200 രൂപ തൊട്ട് അതിൻ്റെ മുകളിലേക്ക് വിലയുള്ള ഐറ്റംസാണ്. ഇനി താഴെ ഇരിക്കുന്നത് ഫുള്ള് 100 രൂപയൊക്കെ വില വരാവുന്ന സക്കുലൻസാണ്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ 3 കട ഇതിൽ ഓൾറെഡി ഉണ്ട്. 1, 2, 3 കടയുണ്ട്. ഇതിന് 120 രൂപയാണ് ഇങ്ങനത്തെ സക്കുലൻസിനൊക്കെ നമ്മൾ വാങ്ങണം. പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളൊരു വെറൈറ്റിയാണ് ഇത്. എയർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക. എയർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ സാധനം. ഇത് നമുക്ക് സോയിൽ വേണ്ട, നമുക്കൊരു 10 ദിവസം കൂടുമ്പോൾ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് ഒന്ന് കുടഞ്ഞ് എവിടെ വേണമെങ്കിൽ നമുക്കിത് വെക്കാം. അതിൻ്റെ തന്നെ വലിയ വെറൈറ്റിയാണ് ഇത്. ഇതിനിപ്പോൾ മണ്ണും വേണ്ട, വെള്ളം വേണം. നമ്മൾ 10 ദിവസം കൂടുമ്പോൾ വെള്ളത്തിലൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് എവിടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും കെട്ടി തൂക്കി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോയിൽ വേണ്ട, നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും സുഖമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനത്തെ ഉള്ള എയർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പോട്ട്സിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ പുതിയ മോഡൽസാണ്. ഈ വന്നതൊക്കെ പുതിയ മോഡൽസ് വന്നാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡുകൾ വരുന്നുണ്ട്. ഇതൊരു സൈക്കിൾ സ്റ്റാൻഡാണ്. ഇതൊക്കെ പോട്ടിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ 70 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെ ഒരു പോട്ടാണ്, സെറാമിക് പോട്ടാണ്. 70 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് കറക്റ്റ് വില. നമ്മൾ വീഡിയോ ഹിറ്റാവാനോ വൈറലാവാനോ വേണ്ടി വില താത്തി പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ ആ വീഡിയോയിൽ പറഞ്ഞ വിലയില്ലല്ലോ ഇവിടെ, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ വീഡിയോയിൽ പറയണ വില തന്നെയാണ് ഇവിടെ വരുമ്പോഴും എപ്പോഴും. കാരണം പല വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ ഷോപ്പിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് പൊക്കി പിടിച്ചിട്ട് 40 രൂപ എന്ന് പറയും. ഇവിടെ വന്നിട്ട് കസ്റ്റമർ ഇത് 40 രൂപ എന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് ഇവിടെ 70 രൂപയാണുള്ളതെന്ന് വയ്ക്കും. ആ പരിപാടി ഇവിടെ ഇല്ല, കറക്റ്റ് വില. ഇതൊക്കെ ബാംബൂ പാം എന്ന് പറഞ്ഞൊരു മോഡലാണ്. എയർ പ്യൂരിഫയർ ആണ് ഈ സാധനം. അതായത് വീട്ടിലെ വായു ശുദ്ധീകരിക്കുന്ന ചെടികളിൽ വരുന്ന ഒരു ചെടിയാണ് ബാംബൂ പാം. അങ്ങനെ ഒരു 15ഓളം ചെടികൾ നമ്മുടെ നാസ പുറത്തുവിട്ട ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇത്. പിന്നെ ഇത് ഗ്രീൻ സനഡു എന്ന് പറഞ്ഞൊരു മോഡൽ ചെടി. ഇത് സഫ്ലോറ, ഇത് സ്പൈഡർ പ്ലാന്റും ഈ പറഞ്ഞ എയർ പ്യൂരിഫയർ വിഭാഗത്തിൽ പെടുന്ന സാധനമാണ്. ഇത് ബാംബൂ പാമ്പിൻ്റെ തന്നെ നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയ മോഡൽ.
പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ്സും ഈ പറഞ്ഞ മാതിരി എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ്. സ്നേക്ക് പ്ലാന്റ്സ്. ഇത് പെപ്പറോമിയ എന്ന് പറഞ്ഞ ചെടി. പെപ്പറോമിയ. ഇത് ഫിഷ് ബോൺ എന്ന് പറഞ്ഞൊരു ചെടി. ഇതിൻ്റെ തന്നെ ചെറുത് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു ടൈപ്പ് സക്കുലൻ്റ് ആണ്. പിന്നെ ഇത് പെപ്പറോമിയയുടെ തന്നെ വേറൊരു വെറൈറ്റി. പിന്നെ ഇത് ഫിലാഡൻഡ്രോൺ ആറ്റം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് ഡ്രസീന ഫാമിലിയിൽ പറഞ്ഞൊരു ചെടി. ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസാണ്. സിങ്കോണിയം. ഇത് പിങ്ക് സിങ്കോണിയം. ഇത് ലെമൺ എന്ന് പറഞ്ഞൊരു കളറ്. ലെമൺ സിങ്കോണിയം എന്നാണ് ഞാൻ പറയുക. പിന്നെ ഇത് വൈറ്റ്. ഇത് ഡാർക്ക്. അങ്ങനെ 4 ഷെയ്ഡിൽ സിങ്കോണി ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 20 രൂപ മുതൽ ചെടി ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് ഇതാണ്. സീഡ്ലിങ്സ് ആണ്. ഇതിൽ നമുക്കൊരു കടയാണ് നമ്മൾ 20 രൂപ എന്ന് പറയുന്നത്. ഒരു ഹോള് കണ്ട. ഇപ്പോൾ ഇത് ഫുള്ളൊരു ചെടിയാണ്. പിന്നെ നോക്കുമ്പോൾ ഇത് ഫുള്ളൊരു ചെടിയാണ് കണ്ടോ. അതാണ് 20 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു 3 എണ്ണം വാങ്ങിച്ച് ഒരു പോട്ടിൽ നട്ടാൽ നല്ല ശരിക്ക് ബുഷിയായിട്ട് വരും. ഒരു 2-3 ആഴ്ച കൊണ്ടൊക്കെ നല്ല ബുഷായിട്ട് വരും. നന്നായിട്ട് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് വരും. ഇത് അതുപോലെ തന്നെ ഒരു സീഡ്ലിംഗ് ആണ്. ഇത് പെഡിലാന്തസ് എന്ന് പറഞ്ഞ സീഡ്ലിംഗ് ആണ്. ഇതിൽ വേരുകൾ വരുന്നത് കാണാം. ഇത് നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിടാൻ പറ്റും. ഇതും ഇതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു ചെടിയാണ്. പെഡിലാന്തസ് എന്ന് പറഞ്ഞ പേര്. ഈ സീഡ്ലിങ്ങിന് 30 രൂപ വരെയുണ്ട്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഉള്ളതിനൊക്കെ 20 രൂപയുള്ളൂ. ഇത് ഹാർട്ട് ലീഫ് ഫിലാഡൻഡ്രോൺ. ഹാർട്ട് പോലെ ഒരു ഷേപ്പിലിരിക്കും. ഹാർട്ട് ലീഫ് ഫിലാഡൻഡ്രോൺ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തന്നെ ലൈറ്റ് കളറാണ് ഇത് കണ്ടോ. ഷേപ്പ് കണ്ടോ. ഹാർട്ട് ലീഫ്. ഹാർട്ട് പോലെ. പിന്നെ ഇത് സ്ട്രിങ് ഓഫ് ബനാനയുടെ സീഡ്ലിംഗ് ആണ്. സ്ട്രിങ് ഓഫ് ബനാന. ഇത് ഗിഫി ബാഗിലാണ് വരുന്നത്. ഇത് 50 രൂപയാണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ ഇതിലോട്ട് വലുതാവും. അതുകൊണ്ട് വലുതാവും. ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 എണ്ണം അടുപ്പിച്ച് ഒരു ചട്ടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി വലുതായി വരും. ഇതിൻ്റെ സീഡ്ലിങ്സ് ആണ്. പിന്നത്തെ ഒരു വെറൈറ്റിയാണ് ഇത്. ക്രിസ്മസ് കാക്ടസ് എന്നാണ് അതിൻ്റെ പേര്. ക്രിസ്മസ് കാക്ടസിൻ്റെ സീഡ്ലിങ്സ് ആണ് ഇതൊക്കെ. പിന്നെ വരുന്നത് ജെയ്ഡ് വെറിഗേറ്റഡ് ജെയ്ഡിൻ്റെ സീഡ്ലിംഗ്. ഇതാണ് വെറിഗേഷൻ. ഇത് നോർമൽ ജെയ്ഡ്. ഇത് ഫുൾ ഗ്രീൻ ആയിരിക്കും. ഇതിൽ വെറിഗേഷൻ എന്ന് പറയുമ്പോൾ വെള്ള ലൈറ്റ് യെല്ലോ കളറ് സ്ട്രിപ്സൊക്കെ വരും. ഇതൊക്കെ കാക്ടസ്. ഇത് കാക്ടസുകൾ. ഇതൊക്കെ കാക്ടസുകൾ. ഇത് 2 സക്കുലൻസിൻ്റെ ഒരു സെക്ഷനാണിത്. ഇത് ഫുള്ള് കാക്ടസുകൾ. ഇതൊക്കെ 100 രൂപയുടെ റേഞ്ചാണ് വരുന്നുള്ളൂ. ഇതൊക്കെ ഒരു 100 രൂപ റേഞ്ച്. 100-120 രൂപ വരുന്ന ടൈപ്പാണ്. പിന്നെ നേരത്തെ ആദ്യം കാണിച്ച ഗ്രാഫ്റ്റ് കാക്ടസിൻ്റെ ചെറുതാണ്. മറ്റേത് നല്ല വലിപ്പമുണ്ട്. ഇത് അതിൻ്റെ ചെറുത്. പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ്സ് ആണ് ഈ ഇരിക്കുന്നത് മൊത്തം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ എയർ പ്യൂരിഫയേഴ്സ് ആണ്. സ്നേക്ക് പ്ലാന്റ്സ്. ഇത് സെഫ്ലോറയുടെ തന്നെ നോർമൽ സെഫ്ലോറ. വെറിഗേഷൻ അല്ല, നോർമൽ. പിന്നെ ഇത് CC പ്ലാന്റ്. എല്ലാവർക്കും അറിയാമായിരിക്കും. CC പ്ലാന്റ് നോർമലാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഫിഷ് ബോൺ. ഞാൻ അവിടെ കാണിച്ചിരുന്നു ഫിഷ് ബോൺ. അതിൻ്റെ ചെറുത്. ഇതൊക്കെ ഒരു 100 രൂപ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ഇതൊക്കെ തന്നെ. സെറാമിക് പോട്ട്സിൻ്റെ ഒരുവിധം കുറേ വെറൈറ്റീസ് നമ്മളിവിടെ കയറ്റാൻ നോക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ മെലാമിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മെലാമിനാണ്. മെലാമിൻ പോട്ട്സാണ് ഈ കാണുന്നത്. ഈ ഒരു ലെയർ. പിന്നെ ഇത് ഫുള്ള് ഗ്ലാസിൻ്റെയാണ്. ഗ്ലാസ് വെറൈറ്റീസാണ്. ഇതൊരു 100 രൂപ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് മണി പ്ലാന്റ് ശരിക്കും നമുക്ക് ഇട്ട് നല്ല ബുഷായിട്ട് നിർത്താം. വെള്ളമൊഴിച്ച് വെള്ളത്തിൽ നിർത്താം. അടിയിൽ കളർ സ്റ്റോൺസ് ഇടാം. 100 രൂപ ഇതിനൊക്കെ വരുന്നുള്ളൂ. ഇതതിൻ്റെ വലുത്. പിന്നെ ഇതൊരു യുണീക്ക് പോട്ടാണ്. നമ്മൾ മരത്തുമ്മൽക്ക് ഈ ഗ്ലാസ് ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. വേറെ എങ്ങനെ ഇരുന്നാലും ഇതിരിക്കില്ല. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഈ മരത്തുമ്മൽക്ക് ഗ്ലാസ് ഉരുക്കി ഒഴിച്ചേക്കാണ്. അങ്ങനെയാണ് ഇതിരിക്കുക. പിന്നെ ഗ്ലാസിൻ്റെ പോട്ടുകളുണ്ട്. ഇത് വാൾ ഹാങ്ങിങ്സ് ആയിട്ട് ഇടാവുന്ന ഗ്ലാസിൻ്റെ പോട്ടുകളാണ്. ഇവിടെ ഹോളുണ്ട്. ഇതിലിട്ട്
അപ്പോൾ ഇതിൽ നമുക്ക് മീനും ഇടാം, വേണമെങ്കിൽ ചെടിയും വെക്കാം. ആ രീതിയിൽ ചെയ്ത് അതിൻ്റെ ചെറുതുണ്ട്, ഇതിൻ്റെ തന്നെ സെയിം ചെറുത്. പിന്നെ വേറൊരു നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റമാണ് ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിലും അതുപോലെ തന്നെ നമുക്ക് മണി പ്ലാന്റ് നല്ല ബുഷായിട്ട് നിർത്താം, വെള്ളത്തിൽ നിർത്താം, മീനിടാം, അടിയിൽ കളർ സ്റ്റോൺസ് ഇടാം, പിന്നെ ലക്കി ബാമ്പൊക്കെ ഇതിൽ വയ്ക്കാം. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ സാധനം. നല്ല മൂവ്മെൻ്റ് ഉള്ള ഐറ്റമാണ് ഇതാണ്. പിന്നെ ആസ് യൂഷ്വൽ സെറാമിക് പോട്ട്സുകൾ, മെറ്റൽ പോട്ട്, ഇതൊക്കെ മെറ്റലാണ്. പിന്നെ അടിയിലിരിക്കുന്നത് നമ്മുടെ കളിമണ്ണിൻ്റെ പ്രൊഡക്ട്സാണ്. ഓർക്കിഡ് ചട്ടികളുണ്ട്, സാധാ ചട്ടികളുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൂടുതലും മണി പ്ലാന്റ്സ് ആണ്. ഇത് എൻജോയ് പോത്തോസ്, ഇത് നിയോൺ പോത്തോസ്, ഇത് നോർമൽ ഗ്രീൻ മണി പ്ലാന്റ്. ഇതൊക്കെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ 100 രൂപയുള്ളൂ ഇവിടെ. നമ്മൾ വളരെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കണേ. 100 രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ കൊടുക്കണേ, ഈ മണി പ്ലാന്റ്സ് മൊത്തം. ഇത്രയും നല്ല ബുഷായിട്ടുള്ളത് കേട്ടോ. ഇത് കൊണ്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള സാധനം 100 രൂപയുള്ളൂ. പിന്നെ ഡിഫൻ ബാജിയ എന്ന് പറഞ്ഞൊരു ചെടി, അതൊക്കെ ഒരു വെറൈറ്റി ചെടിയാണ്, 100 രൂപയുള്ളൂ. പിന്നെ ഇവിടെ കാണുന്ന വെറൈറ്റി പോട്ടുകൾ, സ്മൈലി പോട്ട്സ് ഉണ്ടാവും, പല ഷേപ്പിലുള്ള സ്മൈലി പോട്ട്സാണ്, സെറാമിക് പോട്ട്സ്. പിന്നെ ഇതൊരു സിമെൻറ്റിൻ്റെ പോട്ടാണ്. നമ്മൾ സിമെൻറ്റാന്ന് പറഞ്ഞാലാണ് അത് അറിയുള്ളൂ, സിമെൻറ്റിൻ്റെ ഒരു പോട്ടാണത്. ഇത് ബുദ്ധൻ്റെ തല, അതൊരു പോട്ടാക്കിയിട്ട് എടുത്തേക്കാണ്. ഇതൊക്കെ സിമെൻറ്റിൽ ചെയ്തേക്കുന്നതാണ്. നമുക്ക് സക്കുലൻസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള പോട്ടകൾ. പിന്നെ ഇതിവിടെ നിന്ന് ഫുള്ള് കളിമണ്ണിൻ്റെ ഏരിയയാണ്. ഇതൊക്കെ കളിമണ്ണിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്ന കുഞ്ഞു കുഞ്ഞു പോട്ടകളാണ്. ഇതൊക്കെ 60 രൂപയുള്ളൂ. ഇത്രയും വലിയ ഒരു പോട്ടിന് 60 രൂപയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു കളിമണ്ണിൻ്റെ കൂജ, ജഗ്, കുപ്പി. ഇത് മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാവുന്ന ഒരു പോട്ടാണ് ഈ പോട്ട്. പിന്നെ മുകളിലിരിക്കുന്നത് ഇതൊക്കെ ലാമ്പ് ഷെയ്ഡ്സാണ്. ലാമ്പ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഇതിലെ വയറിട്ടിട്ട് ബൾബ് ഇടുക, ഇതിൽ ബൾബിട്ട് തൂക്കിയിടാവുന്ന രീതിയിൽ ലാമ്പ് ഷെയ്ഡ്സാണ് ഈ മുകളിലിരിക്കുന്ന മോഡൽസ് എല്ലാം. ഇവിടെ തൊട്ടെല്ലാം ലാമ്പ് ഷെയ്ഡ്സാണ്. പിന്നെ പറയുടെ മോഡലുണ്ട്, പറയുടെ മോഡൽ ചട്ടി. ഇതിൻ്റെ തന്നെ ചെറിയ ചട്ടി, ഇത് കുന്തിരിക്കം പോകിക്കുന്ന ചട്ടി. ഇതൊക്കെ ഓരോ ചെറിയ ഇൻഡോർ പോട്ട്സാണ്. പിന്നെ ഇതൊരു പൂക്കൂട പോലത്തെ ഒരു ചട്ടി. ഇത് ഓർക്കിഡ് വയ്ക്കാവുന്ന കളിമണ്ണിൻ്റെ ചട്ടി. ഇതൊക്കെ ഓർക്കിഡ് വയ്ക്കാവുന്ന. ഇത് വാൾ ഹാങ്ങിങ് ആണ്. ചുമരിൽ തൂക്കാം. നമുക്കിവിടെ നല്ല ബുഷായിട്ട് മണി പ്ലാന്റ്സോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. തൂങ്ങി കിടക്കുന്നതാണെങ്കിൽ തൂങ്ങി കിടക്കും അങ്ങനെ. പിന്നെ ഇതൊക്കെ വോൾ പോട്ട് എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്കിങ്ങനെ നമ്മൾ ചെടി വയ്ക്കും, അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി നല്ല ഭംഗിയിൽ കിടക്കും. ബോൾ പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതും ഓർക്കിഡ് ചട്ടികളാണ്. പിന്നെ ഓർക്കിഡ് ചട്ടികളുടെ തന്നെ പല പല ഷേപ്പുകളാണ്. ഇതൊരെണ്ണം. ഇത് എന്തൊക്കെ വാൾ ഹാങ്ങിങ്സ് ആണ്. നമ്മൾ ചുമരിൽ ആണിടിച്ച് വയ്ക്കാവുന്ന വാൾ ഹാങ്ങിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ചട്ടി ഇറക്കി വയ്ക്കുക, ഫ്ലവർ വയ്ക്കാവുന്ന രീതിയിൽ വാൾ ഹാങ്ങിങ്സ് ആണ്. ഇത് മിനിയേച്ചർ ടോയ്സ് ആണ്. നമ്മൾക്ക് ടെറാറിയൊക്കെ സെറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സുകൾ. ഇതൊക്കെ 20 രൂപ ആ റേഞ്ച് വരുന്ന ടോയ്സുകളാണ് ഇതൊക്കെ. കിളി, അതിൻ്റെ കൂട് ഒക്കെ ആയിട്ട് വരുന്ന ഐറ്റംസ്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ്. ഇപ്പോൾ ഡിസംബർ അല്ലേ, ക്രിസ്മസിൻ്റെ സമയമായാലും അതിൻ്റെ അതായ വരുന്ന ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ സാന്റാക്ലോസ് ബൈക്കുമ്മേ ക്രിസ്മസ് ട്രീ ആയിട്ട് പോകുന്ന ഒരു പോട്ട്, ഒരു ഡെക്കറേറ്റീവ് പോട്ട്. വേറെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ചെടി വയ്ക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ വയ്ക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ചെടി വയ്ക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്ക് ചെടി വയ്ക്കാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മെഴുകുതിരിയാണ്. ഇത് സാന്റ, അത് നമ്മുടെ ഇതുപോലെ വരാവുന്ന ഇത് ഡെക്കറേറ്റീവ് പീസുകളാണ്. ഇത് ഫുള്ള് വൈറ്റ് സെറാമിക്കുകളാണ് ഇവിടെ ഫുള്ള്. ഇവിടെ തൊട്ട് ഈ
ഇതിവിടെ വരെ ഫുള്ള് വൈറ്റ് സെറാമിക്സ് കൊണ്ട് നമ്മൾ നിറച്ചേക്കാണ്. അടിയിൽ നമ്മുടെ മറ്റേ പോട്ടിംഗ് മിക്സ്, അതിൻ്റെ വളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലേ ബോളാണ്. ക്ലേ ബോള് ഇതൊരു പാക്കറ്റ് 100 രൂപയുടെ നമ്മൾ കൊടുക്കണേ ക്ലേ ബോള്. കോയർപിത്ത് കമ്പോസ്റ്റ് ഉണ്ട്, ചാണകപ്പൊടി ഉണ്ട്, പോട്ടിംഗ് മിക്സ് ഉണ്ട്, വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ഗാർഡൻ മെയ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇടുന്ന ഇത്. പിന്നെ ഇത് ഫുള്ള് വൈറ്റ് സെറാമിക്സ് ഞാൻ പറഞ്ഞു. പിന്നെ ഗാർഡൻ ടൂൾസ്, ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതിന് 150 രൂപയാണ് വരുന്നുള്ളൂ 3 എണ്ണം. നമുക്ക് മണ്ണ് എടുക്കാനും മണ്ണ് മാന്താനും ഒക്കെ പറ്റാവുന്ന 3 സാധനങ്ങൾ. പിന്നെ ഇത് കട്ട് ചെയ്യാൻ, ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്, ജപ്പാനിൽ നിന്ന് വരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. ജപ്പാനിൽ നിന്ന് വരുന്ന ഐറ്റംസാണ്. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ ഒരു ഐറ്റം വരുന്നതാണ് ഗാർഡൻ ടൂളാണ് ഇത്. ഇതിനൊക്കെ 100 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ വരുന്നത് സ്പൈറൽ ലക്കി ബാമ്പു ആണ്. ഇതിലിപ്പോൾ ഒരു 1, 2, 3, ഇതൊരു 10 പീസ് ഉണ്ട്. 10 പീസ് ഉണ്ട് സ്പൈറൽ ലക്കി ബാമ്പു. ഇത് അതിൻ്റെ വേറൊരു മോഡൽ ടൈഗർ എന്നാണ് പറയുക. ടൈഗർ ബാമ്പു ഇത് 5 എണ്ണമാണ്. ഇതിലിങ്ങനെ ഇതിൽ പുതിയ ഷൂട്ട്സ് വരെ ചെയ്യാം. പിന്നെ ഇത് വരുന്നത് അരയ്ക്ക പാമ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. നല്ല ഇൻഡോറിൽ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ പർപ്പിൾ, അതിൻ്റെ വൈറ്റ് കളറ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് സ്റ്റാൻഡുകളാണ്. സ്റ്റാൻഡുകളാണ്. സ്റ്റാൻഡിൽ നമുക്കൊരു 4 തട്ടുണ്ട്. സ്റ്റാൻഡിൽ നമുക്കൊരു 4 തട്ടുണ്ട്. ഇത് വുഡാണ്. വുഡ് പെയിൻറ് ചെയ്തേക്കുന്നതാണ്. വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടല്ലേ? സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെറ്റൽ സ്റ്റാൻഡാണ്. മെറ്റലാണ്. ഇത് ഗ്ലാസ് ഇട്ടേക്കാണ് അതിൻ്റെ പുറത്ത്. ഇത് ക്രിപ്റ്റാന്തസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി ചെടിയാണ്. ക്രിപ്റ്റാന്തസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിനൊരു 250 രൂപ വരാവുന്ന ഒരു ചെടിയാണ്. ഇത് പീസ് ലില്ലി എന്ന് പറഞ്ഞ ചെടി. ഇതിലാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ റയറായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. അതിലൊരു വെറൈറ്റിയാണ് ഇത്. ഇതും ഈ പറഞ്ഞ മാതിരി എയർ പ്യൂരിഫയർ ചെടിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെക്കേണ്ട ചെടികളാണ്. പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ്. മിക്കാഡോ, പിന്നെ ഡാർക്ക്. പിന്നെ ഇത് എഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ മോഡൽ. ഇതൊക്കെ 100 രൂപയുള്ളൂ നമ്മളവിടെ ചട്ടിയിൽ. ഇത്രയും വലിയ ചട്ടിയടക്കം 100 രൂപ. ഇതൊക്കെ ഹാങ്ങിങ്സ് ആണ്. ഇത് വെറിഗേഷനായിട്ടുള്ള വരുന്ന ഹാങ്ങിങ്. മറ്റേ ഹാർഡ് ലീഫ് ഫിലാഡെൻഡ്രോൺ ആണ്. അതെല്ലാം 200 രൂപയാണ് റേറ്റ് കേട്ടോ. ഹാങ്ങിങ്സ് എല്ലാം 200 രൂപ. പിന്നെ CC പ്ലാന്റ് 200 രൂപ. നല്ല ബുഷായിട്ട് നിൽക്കുന്ന CC പ്ലാന്റ്സ് ആണ്. ഇതിനൊക്കെ ഒരു മാസത്തിൽ വേണമെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ വളരെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ള ചെടികളാണ് ഇതൊക്കെ. CC പ്ലാന്റ്, മണി പ്ലാന്റ്, അഗ്ലോണിമ, സ്പൈഡർ പ്ലാന്റ്, സാനഡു. അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര വലിയ ഇതില്ല. പിന്നെ നമ്മൾ ചെയ്യണ കളിമണ്ണിൻ്റെ ഐറ്റംസ്, ഷോ പീസുകൾ. ഇതൊക്കെ ഒരു 1000 രൂപ അടുത്ത് വില വരാവുന്ന ഷോ പീസുകളാണ് കളിമണ്ണിൻ്റെ. ഇതൊക്കെ ആ റേറ്റ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മോഡൽസാണ്. ഇത് വേറൊരു സ്റ്റാൻഡാണ്. നമ്മൾ അവിടെ കണ്ട പോലത്തെ അല്ല. അതൊരു വേറെ ടൈപ്പ്. ഇവിടെ നിന്ന് നോക്കിയാലാണ് കറക്റ്റായിട്ട് അത് കാണും. ഈ സൈഡിൽ നിന്ന് 5 പോട്ട്സ് നമുക്ക് വയ്ക്കാം. കൂടുതൽ കളക്ഷൻസിന് മുകളിലുണ്ട്. മുകളിൽ നമ്മളൊരു ഏരിയയിൽ പ്ലാസ്റ്റിക്കും കളിമണ്ണും മാത്രമാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഞങ്ങളുടെ പോകും. ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു
നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൻ്റെ പോട്ടാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിലൊക്കെ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും. ചെക്കൻ്റെയും അല്ലെങ്കിൽ കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. നമ്മളൊരു മണി പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെ അവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സീഡ്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കും. അതൊരു 100 രൂപയുടെ താഴേക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അങ്ങനെ തന്നെ പോട്ടുകളാണ്, നല്ല വെറൈറ്റി പോട്ട്സാണ്. ഇതൊക്കെ നല്ല തിക്കാണ്. പിന്നെ ഇതൊക്കെ സെൽഫ് വാട്ടറിങ് ബോർഡാണ്. 8 ഇഞ്ച് ഹൈറ്റുള്ള സെൽഫ് വാട്ടറിങ് പോട്ട്സാണ്. പിന്നെ ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് പോട്ടാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. RP അല്ല, വെർജിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഹാങ്ങിങ്സ് ആണ്. 150 രൂപയാണ് നമ്മളിപ്പോൾ ഇതിന് ചാർജ് ചെയ്യുന്നത്. മെറ്റൽ ചെയിനാണ് കേട്ടത്, പ്ലാസ്റ്റിക് ചെയിനല്ല, മെറ്റൽ ചെയിനാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ പോട്ടുകൾ, വെറൈറ്റി പോട്ട്സ്. ഇതൊക്കെ 50 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പോട്ടുകളാണ്. ഇതൊക്കെ സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, റെഡ്, സിയാൻ, വൈറ്റ്. പിന്നെ ഇതൊക്കെ സാറ് റേറ്റ് വരുന്ന പോട്ടുകൾ, സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഒരു 60 രൂപയ്ക്കാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കളിമണ്ണിൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ താഴെ കണ്ടു. എന്നാലും അതിൻ്റെ തന്നെ കുറച്ചും കൂടി കൂടുതൽ എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇത് അവിടെ കണ്ടാവില്ലേ, കിളിക്കൂട് പോലത്തെ ഒരു കളിമണ്ണിൻ്റെ ചട്ടി. പിന്നെ കറി വെക്കുന്ന ചട്ടിയാണ് ഇത്. പിന്നെ ഇതൊക്കെയാണ് ഷോ പീസുകൾ വന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ചട്ടികളാണ് ഇവിടെ കാണുന്നത്. ഇത് സെൽഫ് വാട്ടറിങ്ങിൽ ഹാങ്ങിങ് ചട്ടിയാണ് വരുന്നത്. നമുക്ക് ഇതുപോലെ ചുമരിൽ ഹാങ് ചെയ്തിടാവുന്ന ചട്ടികൾ. നമുക്കിവിടെ ഹാങ്ങേഴ്സ് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ചട്ടി വെച്ച് വയ്ക്കാവുന്ന ഹാങ്ങിങ് സാധനങ്ങളാണ്. അത് ഇതിങ്ങനെ വയ്ക്കാൻ പറ്റും. ചട്ടിയും നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള റോപ്പുകളാണ്. ഇതും നമുക്കിവിടെ അവൈലബിൾ ആണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, വൈറ്റ് മാത്രമുള്ളതുണ്ട്, ഡാർക്ക് റെഡ് വരുന്നൊരു മോഡലുണ്ട്. പിന്നെ ഇത് ക്രിസ്മസ് ഡെക്കറിൽ പെടുന്ന റേറ്റാണ് ചൈംസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കൂടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കടയിൽ കയറുക, കട വിജയിപ്പിക്കുക. ചാലക്കുടിക്കാർ പ്രത്യേകിച്ച് ലൊക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ ചാലക്കുടിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു കുഴിമന്തി ഉണ്ട് ഇവിടെ, ബെയ്ത്ത് അൽ കുഴിമന്തി എന്നൊരു കുഴിമന്തി ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കട, ഡി സിനിമാസ് ബെയ്ത്ത് അൽ കുഴിമന്തി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കട വിജയിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു.